ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. യൂറോയിലായിരുന്നു. ലെൻഡർ സെഷനിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ ആ എൻട്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ ഇതായിരുന്നു ആ എൻട്രി. ഏകദേശം 1:3 കിട്ടിയിട്ടുണ്ട്. 1:3 കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാൽ ഏകദേശം അത്രയും പൈസ ലിക്വിഡിറ്റി എടുക്കുന്നവരെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ മാർക്കറ്റ് ഇന്നലെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഈ ഭാഗത്തുനിന്നും റിവേഴ്സലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസിൻ്റെ ക്യാൻഡിലായിരുന്നു ഈ ക്യാൻഡിൽ ന്യൂസ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു ലിക്വിഡിറ്റി സീപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ലിക്വിഡിറ്റി സീപ്പ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് റാലി ചെയ്തു. സോ ഇന്ന് ഇത് നമ്മുടെ ഏഷ്യനായിരുന്നു. സോ ഇവിടെ ഏഷ്യ ഒരു ആസ് യൂഷ്വൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. അതിനുശേഷം ഇതാണ് നമ്മുടെ ഈ റെഡ് ലൈനാണ് നമ്മുടെ ട്രൂ ഓപ്പൺ, മിഡ് നൈറ്റ് ഓപ്പൺ. സോ ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, അതിനുശേഷം ലണ്ടൻ ഓപ്പണിൽ മാർക്കറ്റ് നേരെ താഴേക്ക് വന്നിട്ട് ഒരു നമുക്കൊരു മാനിപ്പുലേഷൻ വേണമല്ലോ ഒരു എൻട്രിക്ക് മുന്നായിട്ട്. നമുക്കൊരു മാനിപ്പുലേഷൻ, അപ്പോൾ ആ മാനിപ്പുലേഷന് കറക്റ്റായിട്ട് വന്നിട്ട് ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തിരുന്നു. സോ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തിരുന്ന നമ്മൾ ഓൾറെഡി എൻ്റെ ഒരു ബുള്ളിഷ് ബയസ് ആയിരുന്നു. സോ എനിക്ക് അപ്പം ബുള്ളിഷ് എടുക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു PDRIയിൽ വന്നിട്ട് മാനിപ്പുലേഷനിൽ ഏതെങ്കിലും സെഷനിൽ മാനിപ്പുലേഷൻ മിറ്റിഗേഷൻ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് ഏഷ്യൻ ലോ എടുത്തു. കറക്റ്റ് ഒരു 3 മണിക്ക് ഏഷ്യൻ്റെ ടൈം 3 മണിക്ക് കറക്റ്റ് അതെടുത്തു. അതിനുശേഷം ഞാനൊരു 5 മിനിറ്റിലോട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിലൊരു FEG വന്നു. അതിനുശേഷം അവിടെ ഒരു MSS നമുക്ക് തന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു MSS തന്നിട്ടുണ്ട്. ഷിഫ്റ്റ് നമുക്ക് കിട്ടിയ അവിടെ. അപ്പോൾ എനിക്കൊരു കൺഫർമേഷനായി ഈ എൻട്രി ഇതൊരു ഹൈ പ്രോബബിലിറ്റി ഒരു എൻട്രി ആണെന്ന് എനിക്ക്. അങ്ങനെ ഞാൻ ആ ഒരു FEGയിലോട്ട് ഡയറക്റ്റായിട്ട് എൻട്രി എടുത്തു. എൻ്റെ SL എന്ന് പറഞ്ഞത് ഒരു ഏകദേശം 8 പിപ്പായിരുന്നു. അങ്ങനെ ഞാൻ 7 പിപ്പായിരുന്നു. 7 പിപ്പ് SL ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു എൻട്രി എടുത്തിരുന്നു. ആ എൻട്രി അത്യാവശ്യം നല്ല എൻട്രി തന്നെ. അതിനുശേഷം മാർക്കറ്റ് ഒരുപാട് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആ ട്രേഡ് ബ്രേക്ക് ഡൗൺ.